രോഗങ്ങളും ദുരിതവും ജീവിതത്തിൽ സമാധാനമില്ലാതാക്കിയപ്പോൾ ബൈബിൾ വചനങ്ങൾ ജിൻസിക്ക് ആശ്വാസമേകി. തൃശൂർ പുന്നപ്പറമ്പിലെ ഈ വീട്ടമ്മ മർക്കോസിന്റെ സുവിശേഷത്തിലെ 5 അധ്യായങ്ങൾ മനഃപ്പാഠമാക്കിയിരിക്കുകയാണ്. സ്നാപകന്റെ പ്രഭാഷണം, ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം. ഇതാ, നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിന്റെ വഴിയൊരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിനെന്ന് യെശയ്യാപ്രവാചകന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. യൂദയ മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. മർക്കോസിന്റെ സുവിശേഷം മാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷവും അതുപോലെ ബൈബിളിലെ മറ്റു പല ഭാഗങ്ങളും ജിൻസിക്ക് ഹൃദ്യസ്ഥമാണ്. 4 വയസ്സുകാരനായ മകന് ഹൃദയ സംബന്ധമായ അസുഖം കണ്ടെത്തുകയും ഗുരുതരമായ അവസ്ഥകളിൽ ആശുപത്രികളിൽ കഴിയേണ്ടി വരികയും ചെയ്ത ജിൻസിക്കും കുടുംബത്തിനും ബൈബിളും ജപമാലയും മാത്രമായിരുന്നു ഏക ആശ്രയം. ICUവിന്റെ വാതിലിനു മുൻപിൽ ഉറങ്ങാനാകാതെ ജപമാലയുമായി ഇരുന്നപ്പോഴാണ് ബൈബിൾ പകർത്തിയെഴുതാനും വചനങ്ങൾ ഹൃദ്യസ്ഥമാക്കാനുമുള്ള ആഗ്രഹമുണ്ടായത്. അവിടെ മുഴുവൻ രാത്രി നമുക്ക് ഉറങ്ങാനൊന്നും പറ്റില്ല. അവർക്ക് തന്നെ ഒരു ബെഡാണ്, അവിടെ ഒരു ചെയറിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവരതിൻ്റെ ഉള്ളിലേക്ക് ബൈബിൾ ഞാൻ കൊണ്ടുപോകും. എവിടെ പോകുമ്പോൾ ഒരു കുഞ്ഞ് ബൈബിൾ ഉണ്ടാവുമായിരുന്നു. ബൈബിൾ അതിൻ്റെ ഉള്ളിലേക്ക് അവർ കടത്തില്ല. ഒരു ജപമാലയായിരുന്നു അത് കൂടെ ഉണ്ടായിരുന്നത്. കുറച്ച് മണി വലിപ്പം കൂടുതലുള്ളത് ഞാൻ കൈ പിടിച്ചെന്ന് വെച്ചാൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഭാരം ഉണ്ടാവുമല്ലോ കയ്യിലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ജപമാല കൈ പിടിച്ച് ജപമാല. അപ്പം എൻ്റെ മോനെ ഈ ബെഡിൽ കിടന്നിട്ട് എന്നോട് ഇങ്ങനെ കാണിക്കുക, ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞിട്ട്. അവർ ചുറ്റും ഇങ്ങനെ അതിൻ്റെ എന്തൊക്കെയോ കുറേയൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് തൊടാനൊന്നും പറ്റില്ല. കുട്ടി കരയാതിരിക്കാൻ നമ്മളെ കാണിക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ അവർക്കത്. അങ്ങനെ 3 ദിവസം അവിടെ അഡ്മിറ്റായി. അപ്പോൾ ജപമാലയും അന്ന് ഞാൻ വിചാരിച്ചതാണ് എനിക്ക് ബൈബിൾ എഴുതണം. ജിൻസി എന്ന വീട്ടമ്മയെ ബൈബിളിലേക്കും യേശുവിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിന് മാനസിക പ്രശ്നങ്ങളുള്ള ഭർത്താവിന്റെ അമ്മയും ചേട്ടനുമെല്ലാം നിമിത്തമായി. KCBCയുടെ ലോഗോസ് ക്വിസ് മത്സരത്തിൽ 6 വർഷമായി പങ്കെടുക്കുന്ന ഇവർ സെമി ഫൈനലിലും എത്തിയിട്ടുണ്ട്. പുതിയ നിയമം എഴുതി പൂർത്തിയാക്കിയ ജിൻസി പഴയ നിയമം പകർത്തി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ്സുകാരിയായ മകളും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും കെട്ടിട നിർമ്മാണ ജോലികൾ ചെയ്യുന്ന ഭർത്താവും അടങ്ങിയ ഈ കുടുംബത്തിന് വെളിച്ചമേകുന്നത് വചനം തന്നെയാണ്. യേശു അവനെ കർശനമായി താക്കീത് ചെയ്ത് പറഞ്ഞയച്ചു. നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത്. പോയി പുരോഹിതനെ നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. ഷെക്കേന ന്യൂസ്, തൃശൂർ.